ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതില്ലാത്ത ചോദ്യപേപ്പർ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു 10 ചോദ്യങ്ങളില്ലാത്ത ചോദ്യപേപ്പർ ഇല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്ന, അത്രയും ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന 10 ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ 10 ചോദ്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് വേണം നാളത്തെ പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് വൺ വരുന്നതാണ് കമ്പാരിസൺ. അത് ഇത് തന്നെയാവണമെന്നില്ല, എനി വുമൺ തന്നെ ആവണമെന്നില്ല. നമുക്ക് 8 മാർക്കിൻ്റെ അവിടെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കമ്പാരിസൺ. അപ്പോൾ അതിൻ്റെ ഫോമാറ്റ് പഠിച്ചു വെച്ചാൽ പോയം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു പോയായിരിക്കും വേറെ തരുന്നത്. നമുക്ക് എന്തായാലും അത് എഴുതാൻ പറ്റും. 8 മാർക്കിൽ ഒരു 6 മാർക്ക് എന്തായാലും നമുക്ക് അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഫോമാറ്റ് പഠിച്ചു വെക്കണം. ഫോമാറ്റ്സ് ഒക്കെ നമ്മൾ മുന്നേ ചെയ്തിരുന്നല്ലോ. ദെൻ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂമി, ഇതും എല്ലാ കൊല്ലം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചോദ്യം നമ്മൾ എന്ത് ചെയ്യണം, 8 മാർക്കിലേക്ക് പഠിച്ചു വെച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഫോർമാറ്റ് വരുന്നതല്ലേ, ഫോർമാറ്റൊക്കെ നമുക്ക് പഠിച്ചിട്ട് പോകാമല്ലോ. ദെൻ മൂന്നാമത്തേതാണ് വുമൻ എംപവർമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടൊരു സ്പീച്ചോ എസ്സേയോ, അതുപോലെ ഡ്രഗ് അബ്യൂസുമായി ബന്ധപ്പെട്ട ഒരു സ്പീച്ചോ ഒരു എസ്സേയോ. ഈ 2 ടോപ്പിക്കിൽ നിന്ന് എന്തായാലും അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് പഠിച്ചിട്ട് പോകണം. അഞ്ചാമത്തേതാണ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒന്നെങ്കിൽ ഇർഫാൻ ആലത്തിനോ ഷഹീൻ മിസ്രിയോ വാങ്കാരി മത്തായിനെയോ ആരെങ്കിലും നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യനും ആൻസറും എഴുതാൻ പറഞ്ഞാൽ മാത്രം ആൻസർ എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ മാത്രം എഴുതാൻ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാത്രം എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യനും നമ്മൾ പഠിച്ചിട്ട് പോകണം. ആരോട് വേണമെങ്കിലും ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് മാത്രം ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ദെൻ പോയത്തിൻ്റെ ലൈൻ തന്നിട്ട് അതിൻ്റെ മീനിങ് എന്തായാലും ഉണ്ടാവും. ഫസ്റ്റ് പാർട്ടിൽ എന്തായാലും അതുണ്ടാവും. എല്ലാ പോയും വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വെറും 10 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് നിങ്ങൾക്ക് മുഴുവൻ പോയം പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ലൈൻ മീനിങ് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഒരു റിപ്പോർട്ടഡ് സ്പീച്ച് എന്തായാലും ഉണ്ടാവും. റിപ്പോർട്ടഡ് സ്പീച്ച് അറിയില്ല എന്ന് കരുതി ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യുന്ന പരിപാടി തന്നെ നമ്മൾ നിർത്തണം. ഒന്നും അറിയില്ലെങ്കിൽ അതിനെ പാസ്റ്റ് ടെൻസിലേക്ക് ജസ്റ്റ് മാറ്റി എഴുതാം. നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചതാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. ഇനി എന്നിട്ടും അറിയില്ല എന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനെ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റിയാൽ മതി. പിന്നെ എല്ലാ കൊല്ലവും ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ് ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ് അല്ലെങ്കിൽ പാസീവ് വോയിസ് ടു ആക്റ്റീവ് വോയിസ് ആക്കാൻ. അത് നമ്മൾ ഗ്രാമർ സെക്ഷനിൽ നിങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ അതിന് 1-2 എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. then അടുത്തതാണ് നിങ്ങളുടെ ഫ്രണ്ടിനെ നിങ്ങൾ അഡ്വൈസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഇഫ് ക്ലോസിൻ്റെ ക്വസ്റ്റ്യൻ. ഇഫ് ക്ലോസും യു ഹാഡ് ബെറ്ററും ചോദിച്ചേക്കുന്നുണ്ടോ, അത് അജിത്തിന് അഡ്വൈസ് ചെയ്യുന്നതാകാം, ഫ്രണ്ടിനെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ അഡ്വൈസ് ചെയ്യുന്നതാകാം, നോമിതേനെ അഡ്വൈസ് ചെയ്യുന്നതാകാം, എന്തോ ആകാം. അഡ്വൈസിൻ്റെ രൂപത്തിൽ എല്ലാ കൊല്ലത്തെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ചോദ്യമാണ്. അതും നിർബന്ധമായിട്ട് പഠിച്ചു പോകണം. ഫൈനലി ക്യാരക്ടർ സ്കെച്ച് നോമിത തന്നെ വരുന്നില്ല, ക്യാരക്ടർ സ്കെച്ച് പഠിച്ചിട്ട് പോകണം. എന്തായാലും അതും എല്ലാ ചോദ്യപേപ്പറിലും ഉണ്ടാവാറുണ്ട്. ഒന്നെങ്കിൽ നോമിതയുടെ ക്യാരക്ടർ സ്കെച്ച്, അല്ലെങ്കിൽ റോബർട്ട് ബാൽവിൻ്റെ ക്യാരക്ടർ സ്കെച്ച്, അല്ലെങ്കിൽ രത്നയുടെ ക്യാരക്ടർ സ്കെച്ച്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതും അല്ലെങ്കിൽ ഫോർ എ വെറൈറ്റി പോസ്റ്റൽ അസിസ്റ്റൻറ്റിൻ്റെ ക്യാരക്ടർ സ്കെച്ചും ചോദിച്ചേക്കാം. ഓക്കെ, പോസ്റ്റൽ അസിസ്റ്റൻ്റ് ക്യാരക്ടർ സ്കെച്ചും ചോദിച്ചേക്കാം. അപ്പോൾ ക്യാരക്ടർ സ്കെച്ചൊക്കെ ഒന്ന് നല്ല രീതിക്ക് പഠിച്ചു വയ്ക്കണം. ക്യാരക്ടർ സ്കെച്ചിന് എപ്പോഴും ഹെഡിങ് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻ എന്തായാലും വരും. ഇതില്ലാത്ത ചോദ്യപേപ്പർ ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നല്ല രീതിക്ക് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. താങ്ക്